ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട്, പക്ഷേ വോയിസ് ഓവർ ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊല്ലത്തോട്ട് പോവുകയാണ്. കാര്യം അവിടെ നിന്ന് കോട്ടയം വരെ പോകാനാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് കോട്ടയത്ത് വലിച്ചിൻ്റെ വീട്ടിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ചെന്നിരുന്നു. ഇവിടുന്ന് സ്റ്റാർട്ടിങ് മെമു ഉണ്ട്. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ അപ്പുറത്തെ സൈഡിലാണ് ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ പോയി എടുത്തു. അപ്പോഴത്തേക്ക് അപ്പയും അനിയനെയൊക്കെ ഇവിടെ മെമു ആക്ച്വലി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ടിങ്. അപ്പോൾ അവിടെ നിന്ന് കയറി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെല്ലാം കണ്ടുപിടിച്ചു. പിന്നെ അവിടുന്ന് ട്രെയിൻ എടുക്കുന്നത് 11 മണിക്കാണ്. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോൾ എത്തിയിരുന്നു. അപ്പോൾ പുറത്തു നിന്നും വടയും ചായയോ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അപ്പം ഇപ്പോഴത്തെ സൈഡിലെ സീറ്റിലും അമ്മയും അനിയനും അപ്പുറത്തെ സൈഡിലെ സീറ്റിലുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. വടയും പിന്നെ പഴംപൊരിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. വട ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. സമയം പോകണ്ടേ, 1 മണിക്കൂർ എങ്ങനെയൊക്കെ കളയണ്ടേ. അപ്പോൾ അതാണ് ഇവിടെയാണ് ഞാനും അപ്പം ഇരുന്നിരുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട്. കാരണം പക്ഷെ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആളൊക്കെ കയറും. പിന്നെ ഈ ട്രെയിനിൽ നല്ല തിരക്കാണ്. ഈ ഒരു സമയത്ത് സ്റ്റാർട്ടിങ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്. അങ്ങനെ ട്രെയിനൊക്കെ എടുത്തു. പിന്നെന്താണ്, ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കോട്ടയത്ത് എത്തി. എല്ലാ സ്റ്റോപ്പിൽ നിന്നും ഒത്തിരി പേര് കയറുന്നുണ്ട്. കാരണം മെമു എല്ലാവർക്കും അറിയാം, ഭയങ്കര ചാർജ് അത്യാവശ്യം കുറവാണ്, പെട്ടെന്ന് എത്തുകയും ചെയ്യും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കയറുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ആണെങ്കിൽ എൻ്റെ വെല്ലിച്ചൻ്റെ മോൻ, അതായത് എൻ്റെ ബ്രദർ തന്നെ വിളിക്കാൻ വരും കാറിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വെല്ലിച്ചൻ്റെ വീട്ടിൽ ചെന്നു. വെല്ലിച്ചൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ അവിടെ എല്ലാം ചെന്ന് കഴിഞ്ഞ് ഉച്ച സമയമായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിരുന്നു. അപ്പോൾ അതാണ്ട് എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ വൈകിട്ട് ആസ് യൂഷ്വൽ എനിക്ക് കട്ടൻ ചായ വേണമല്ലോ എവിടെയാണെങ്കിലും. അങ്ങനെ കട്ടൻ ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ ഇവിടെ അടുത്താണെങ്കിൽ അമ്പലവും കുളമൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് വീട് വെല്ലിച്ചൻ്റെ. അപ്പോൾ ഞങ്ങൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടെ എപ്പോൾ വന്നാലും അവിടെ പോവാറുണ്ട്. ഇവിടെ മഴ സമയത്തൊക്കെ നല്ല വെള്ളം ഒക്കെ അത്യാവശ്യം കയറും. ഇതാണ് ആ കുളത്തിൻ്റെ ആ ഒരു ഇത്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പോയപ്പോൾ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പുറത്തെ കടവിൻ്റെ അങ്ങോട്ട് പോയി. അവിടെ ആണെങ്കിൽ സ്റ്റെപ്പൊന്നുമില്ല, ഇതേപോലെ സ്ലോപ്പാണ്. പിന്നെ ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്ത് പോകാൻ ഇങ്ങനെ പ്ലാനുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അപ്പുറത്തെ ആൾ പോകുന്ന വരെ ഞാനും അമ്മയും വെയിറ്റ് ചെയ്തില്ല. കുറച്ച് നേരം എന്നെ കോളൊക്കെ നോക്കിയിട്ട് അപ്പയും അവരവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. അങ്ങനെ റെഡിയൊക്കെ ആയി. ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ പനച്ചിക്കാട് ദേവീക്ഷേത്രം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. നവരാത്രിക്കൊക്കെ ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള ടെമ്പിളാണ്. അപ്പോൾ ഇവിടെ കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോകുന്നത്. അങ്ങനെ പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിലെത്തി. ഇതാണ് അമ്പലം. ഞാൻ എപ്പോഴാണ്, കുറേ വർഷം മുമ്പാണ് ഇവിടെ തന്നെ വന്നപ്പോൾ, വെളിച്ചിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ നിന്ന് പോയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഇതാണ്ട് ഞാനും അമ്മയും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുവാണ്. ഫ്രണ്ടിൽ അവരെല്ലാം ഇങ്ങനെ പോയി. അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല തിരക്ക് എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷെ വലിയ മീൻസ് ഒട്ടും അങ്ങനെ തിരക്കില്ലായിരുന്നു. ഒരു 10-20 പേര് അകത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റി. ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഇല്ലാണ്ട് വന്നതുകൊണ്ട് തന്നെ അങ്ങനെ പോകുമെന്നൊന്നും വിചാരിച്ചില്ല. അവിടെ ചെന്ന് പെട്ടെന്ന് അങ്ങ് പ്ലാൻ ഇട്ടയാണ്. അപ്പോൾ ഈ സ്പോട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം നവരാത്രി ടൈമിലൊക്കെ നമുക്ക് TV-യിലൊക്കെ നോക്കി കാണാൻ പറ്റും. സരസ്വതി ദേവിയുടെ ആ ഒരു ഭാഗമാണ് ഈ അമ്പലത്തിലെ. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് അധികം നേരം വീഡിയോ എടുത്തു. വീഡിയോ എടുക്കാമോ എന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ എടുത്തു. കാരണം നവരാത്രി ടൈമിൽ എന്തായാലും എല്ലാവരും എടുക്കുന്നതാണല്ലോ. ഇവിടെ ഏതാണ്ട് ആ ഒരു സൈഡിൽ ഇങ്ങനെ ഹരിശ്രീയൊക്കെ എഴുതുന്ന സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നനഞ്ഞൊക്കെ ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനൊന്നും എഴുതാൻ പോയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നപ്പോൾ അമ്മ പറഞ്ഞു, ദാണ്ടെ സ്റ്റേജ് കളിക്കുന്നു, സ്റ്റേജിൻ്റെ വീഡിയോ എടുക്കുന്നു പറഞ്ഞു. ഇവിടെ എനിക്ക് നവരാത്രിക്ക് ഡാൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെ യക്ഷി അമ്മയുടെ അവിടെ പോയി തൊഴുതു. അങ്ങനെ അവിടെയെല്ലാം പോയി തൊഴുത് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയൊക്കെ ആവാറായി. പിന്നെ ഇവിടുത്തെ കുങ്കുമത്തിനൊക്കെ ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇവിടെ വന്നവർക്കറിയാം. കാരണം ഒരു പിങ്ക് കളർ കുങ്കുമം, അങ്ങനത്തെ ഒരു കുങ്കുമമാണ്. അത് വീഡിയോ എടുത്ത ആ സമയത്ത് ഞാൻ തൊട്ടില്ല. കാരണം ഞങ്ങൾ കിട്ടിയ ഉടനെ ഞങ്ങളത് എടുത്തു വെച്ച് വീട്ടിൽ കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തൊട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവരെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇതിനടുത്ത് വേറൊരു ടെമ്പിളും ഉണ്ട്. അതിൻ്റെ ബോർഡ് ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ, വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ ഇവിടെ ലുലു മാൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് മാസമായി. അപ്പോൾ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവിടെയും പോകണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കഴിക്കാനാണ് പോയത്. ആര്യാസ് ഗ്രാൻഡിലാണ്. ഞാൻ ആര്യാസിൽ പോയിട്ടുണ്ട്, പക്ഷെ ആര്യാസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ വേറെ ഹോട്ടൽ അവരുടെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മ കഴിച്ചത് എന്തുവായിരുന്നു, ചില്ലി പൊറോട്ടയായിരുന്നു. ഞാൻ മഷ്റൂം ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. ബാക്കി എല്ലാവരും എന്താ മസാല ദോശയോ പനീർ മസാല ദോശ അങ്ങനെ കണ്ടാണ് കഴിച്ചത്. എനിക്ക് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മഷ്റൂം ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഇഷ്ടപ്പെട്ടു വെച്ചാൽ എനിക്ക് ഫ്രൈഡ് റൈസും ബിരിയാണി ഫാൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കഴിക്കാൻ താല്പര്യമുള്ള ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയാണ് പോയത്, ലുലു മാളിൽ. ആക്ച്വലി ഇത് നമ്മുടെ ട്രിവാൻഡ്രം എറണാകുളം അത്രയും വലിപ്പമൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. 2 ഫ്ലോറാണുള്ളത്. ഹൈപ്പർ മാർക്കറ്റ് സാധാ ലുലു മാളിൽ പോലെ തന്നെ ഒത്തിരി ഒക്കെ ഉണ്ട്. അങ്ങനെ സ്കൂൾ ഓപ്പണിംഗ് ടൈം ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഒത്തിരി ബാക്ക് ടു സ്കൂൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും വാങ്ങാൻ പോയതല്ല, ഞങ്ങൾ മാള് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ എസ്കലേറ്റർ മെയിനാണ്. അമ്മ എസ്കലേറ്റർ കയറിയില്ല, അമ്മയ്ക്ക് എന്തോ പേടിയാണ്. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്റർ കയറി ഇങ്ങനെ മേളിൽ പോയി ആദ്യം നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഹൈപ്പർ മാർക്കറ്റ് കയറാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ തിരക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം മേളിലൊന്ന് പോയി. പക്ഷെ മേളിൽ അങ്ങനെ കടയിലൊന്നും ഞങ്ങളകത്ത് കയറിയില്ല. പിന്നെ ഇങ്ങനത്തെ ബാഗ്, തുണി, അങ്ങനെ കുറച്ച് കടയിലൊക്കെ കയറി. പിന്നെ ഇവിടെ ഗാഡ്ജറ്റ്സ് അങ്ങനത്തെയുള്ള ഐഫോണും സാംസങ്ങിൻ്റെ S23 അൾട്ര ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ ക്യാമറയൊക്കെ എടുത്തിട്ട് വീഡിയോ ക്ലാരിറ്റി ഉണ്ടോ, ഫോട്ടോ ഒക്കെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ എന്താ ലാപ്ടോപ്പ് സെഷൻ, സ്പീക്കറിൻ്റെ സെഷൻ, അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ നോക്കി. ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൈപ്പർ മാർക്കറ്റിനെക്കാട്ടും എനിക്കിഷ്ടം ഇങ്ങനത്തെ ഉള്ളതാണ്. പിന്നെ തുണിയിലൊക്കെ ഇങ്ങനെ നോക്കി, തൊട്ടൊക്കെ നോക്കി, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വാങ്ങിച്ചില്ല, കാരണം വാങ്ങണം അങ്ങനെ വിചാരിച്ച് പോയതല്ലല്ലോ. എന്തെങ്കിലും ഒരു ദിവസം വന്ന് ഇങ്ങനത്തെ ഈ ഡ്രസ്സൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് പോയില്ല, വാങ്ങാൻ തോന്നിയാലോ. പിന്നെ ഈ മാറ്റൊക്കെ അടിപൊളിയാണ്, പക്ഷെ നല്ല റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദാണ്ടേ നമ്മുടെ ഒറിജിനൽ ക്രോക്സ് എത്ര 3500 എങ്ങാണ്ട്. എനിക്ക് നമ്മുടെ മീഷോയിലെ ക്രോക്സ് ഉണ്ട്, അതൊക്കെ മതി. അങ്ങനെ ഞാൻ അപ്പയുടെ ഇങ്ങനെ പറയുമായിരുന്നു, അപ്പോൾ ഇതാ അപ്പോൾ ഒറിജിനൽ ക്രോക്സ് എനിക്ക് വാങ്ങണം എന്നൊക്കെ. പിന്നെ അവിടെ ബോളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു. എന്നാലും ഡ്രസ്സിനൊക്കെ കുറച്ചൊക്കെ അധികം റേറ്റ് ആയിട്ടൊക്കെ തോന്നി. പക്ഷെ നല്ല നല്ല ഡ്രസ്സാണ്. ഞാൻ വെളിയിലത്തെ കടയിലൊന്നും ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എവിടെയാണ് പോയത്, ഹൈപ്പർ മാർക്കറ്റിൽ പോയ വീഡിയോ ആണ്. ബാക്കിയുള്ള സ്ഥലത്ത് കുറേ ഒന്നും ഞാൻ എടുത്തില്ല. ഇഷ്ടം പോലെ പെർഫ്യൂം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ ട്രയലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂല, അതൊക്കെ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും കയറി അവിടെ മാളിൽ കയറി ഇറങ്ങിയപ്പോഴേക്കും ഒരു 2-2.5 മണിക്കൂർ എടുത്തെന്ന് തോന്നുന്നു. പിന്നെ തയ്ത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കെന്തോ വെളിയിൽ നാട്ടിൽ പോയ പോലെയൊക്കെ തോന്നി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പയാണെങ്കിൽ അവിടെ എന്താണ് അലുവയാന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ സ്വീറ്റ്സ്, അത് തന്നെ അലുവ തന്നെ. അപ്പം ഇങ്ങനെ കാണിക്കുമായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ എന്താണ് ഞങ്ങൾ അപ്പയെ തപ്പി നടക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അപ്പ എസ്കലേറ്ററിൽ നിന്നുകൊണ്ട് ഇറങ്ങി വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും എനിക്ക് ഒന്നുകൂടെ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അപ്പയും കൂടെ ഒന്നും കൂടെ എസ്കലേറ്ററിൽ കയറി. വെറുതെ ഒരു രസം, നല്ല രസമല്ല ഇങ്ങനെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ അമ്മയ്ക്ക് പേടി ആയതുകൊണ്ട് എസ്കലേറ്ററൊന്നും കയറിയില്ല. ഞങ്ങളിങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ വൈബടിച്ച് ഇങ്ങനെ നടന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. പിന്നെ എന്താണ് രാത്രി ദോശയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് കടുമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പഴം ഇങ്ങനെ പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ അതിനു മുമ്പ് മറ്റേ യോഗേർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം നമുക്ക് തിരിച്ച് വീട്ടിൽ വരണമായിരുന്നു. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ മെമു തന്നെയാണ് വന്നത്. ഇത് സ്പെഷ്യൽ മെമു ആയിരുന്നു. അപ്പോൾ ചെറിയ ചാർജ് കൂടുതലാണ്, പക്ഷേ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് കോട്ടയത്ത് പോയി, മാളിൽ പോയി, പനച്ചിക്കാട് അമ്പലത്തിൽ പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അടുത്ത ദിവസം തന്നെ വീട്ടിൽ വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.